PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 104/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ 25 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. 2. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. 3. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 4. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. 1 എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. 2 മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. 3 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 2 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏത് അവകാശത്തെയാണ്? 2 സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. 3 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26. 4 നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാരാണ്? 4 ഓപ്ഷൻ ബി ആണ്. മഹാത്മാഗാന്ധി. 5 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? 5 ഓപ്ഷൻ സി ആണ്. 1951. 6 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? 1 ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. 2 ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. 3 ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. 6 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1 മാത്രം. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. 7 സാരെ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചതാരാണ്? 7 ഓപ്ഷൻ ബി ആണ്. മുഹമ്മദ് ഇക്ബാൽ. 8 ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? 1 ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 3 മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 4 ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 8 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 4 ആണ്. 4 തെറ്റായ ഉത്തരവാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 9 ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? 9 ഓപ്ഷൻ ബി ആണ്. രാജാറാം മോഹൻ റോയ്. 10 ഇന്ത്യ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. 1 സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 2 അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 3 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. 10 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 1, 3 ആണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 3 എന്ന് പറയുന്നത് 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. 11 കുണ്ടറ വിളംബരം നടന്നതെന്ന് 1909 ജനുവരി 1. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 12 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 മലബാർ കലാപം നടന്നത് 1921 2 മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. 3 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. 12 ഓപ്ഷൻ ഡി ആണ്. 1, 3 ആണ് ശരി. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. 13 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഗൗരി പാർവതി ബായ്. 14 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ എ ആണ്. ആറ്റിങ്ങൽ കലാപം. 15 പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചതെന്ന്? 15 ഓപ്ഷൻ ബി ആണ്. 1805 നവംബർ 30. 16 മാനവ വികസന സൂചികയിൽ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്. 17 കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 94%. 18 സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? 18 ഓപ്ഷൻ സി ആണ്. സോവിയറ്റ് യൂണിയൻ. 19 ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? 19 ഓപ്ഷൻ ബി സത്ലജ് നദി. 20 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? 20 ഓപ്ഷൻ എ ആണ്. ഹോമി ജഹാംഗീർ ഭാവ. 21 ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ന്യൂഡൽഹി. 22
താഴെ പറയുന്നതിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഓപ്ഷൻ ഡി ജോൺ മത്തായി. 23 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 14. 24 ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2 2023 ആഗസ്റ്റ് 5 ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 3 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. 24 ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. 25 കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1 സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. 2 ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. 3 ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. 4 ഇടനാടിൽ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. 25 ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് വരുന്നത്. 2ഉം 3ഉം ആണ്. 2 എന്ന് പറയുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. 3 ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഓക്കെ, താങ്ക് യു.